ഇടുക്കി കഞ്ഞിക്കുഴിയിലെ പോലീസുകാർക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ പലരും ചിലപ്പോൾ ഒന്നെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്താണ് കാരണമെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്കായി ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് അപരിചിതനായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി നമ്മുടെ ഇടുക്കിയിൽ വന്ന് പെടുകയും ഒന്നും സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാട്ടുകാരെക്കുറിച്ചോ ഒന്നും അറിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. നാട്ടുകാർക്ക് ആദ്യം ഒരു സംശയം തോന്നുന്നു അദ്ദേഹം ഒരു കള്ളനാണെന്ന്. അങ്ങനെയാണ് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയും അത് പരിശോധിക്കാനായി നമ്മളോടൊപ്പം ഉള്ള ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമുക്ക് താജുദ്ദീൻ സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. സാർ, മാതൃകാപരമായ ഒരു നടപടിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഡ്യൂട്ടിയുടെ ഭാഗമാണെങ്കിലും സോഷ്യൽ മീഡിയയും സമൂഹം എല്ലാവരും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സാർ അന്ന് സംഭവിച്ചത്? അന്ന് ഏകദേശം ഒരു 3:30 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് ഇതിൽ EBT ബസ്സിൽ കണ്ടക്ടറായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ആൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞു, അയാളുടെ വീട്ടിൽ ഭാര്യയും കുഞ്ഞും ഉള്ളൂ, അവിടെ ഒരു അപരിചിതനായിട്ടുള്ള ആൾ വീട്ടിൽ കൂടെ കയറി കിടക്കുകയാണ്, തൊട്ടടുത്ത വീട്ടിൽ കൂടെ എല്ലാം കയറി കിടക്കുന്നുണ്ട്, മോഷ്ടാവാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. ഞങ്ങൾ പുറപ്പെട്ട് നേരെ ഈ കിരുത്തോട് പകുതിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച സമയത്ത് അവിടെ ആളെ കണ്ടില്ല. തുടർന്ന് ഞങ്ങൾ പനംകുട്ടി ഭാഗത്തേക്ക് പോയി. കാരണം ആരാണെന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പനംകുട്ടി ചെന്ന് കഴിയുമ്പോൾ ഇയാൾ നേരെമംഗലം റൂട്ടിലേക്ക് നടന്നു പോയി എന്ന് പറയുന്നത്. തുടർന്ന് ഞങ്ങൾ നേരെമംഗലം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആളെ ട്രേസ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഈ അനീഷിൻ്റെ തന്നെ ബ്രദറിൻ്റെ സ്കൂട്ടറിൽ വെച്ച് കാണുന്നുണ്ട്. അയാൾ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, ഒരാൾ നടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഉണ്ട്, ഒരു മാനസികരോഗി സാറേ, അങ്ങ് നടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ പാമ്പള ഡാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഇയാൾ ഒരു ചാക്കൊക്കെ തോളത്തിട്ട് നടന്നു പോവാണ്. ഇയാളെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അയാൾ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3 ദിവസം മുമ്പ് അയാൾ കേരളത്തിൽ വന്നതാണെന്നും അയാൾ ഭാര്യയും മക്കളൊക്കെ നാട്ടിൽ ഇവിടെ കേരളത്തിലുണ്ടെന്നും അയാൾ പണിക്ക് വേണ്ടി വന്നതാണെന്നും ഏലക്ക നുള്ളാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. ഏലക്ക നുള്ളാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾ നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു, നല്ല ക്ഷീണിതനായിരുന്നു ആൾ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഡാമിൻ്റെ ഗാർഡിലുള്ള പോലീസുകാരോട് ഭക്ഷണം വല്ല ഇരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം പുള്ളിയോട് വിശദമായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. തിരിച്ചു വന്ന് വിശദമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ മിസ്സായ കാര്യം ബാക്കിയെല്ലാം പറയുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് ഇയാളെ എവിടെ പോകണമെന്നോ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇയാളോട് ചോദിച്ചു കഴിയുമ്പോഴേക്കാണ് ഒരു ചാക്ക് ഞങ്ങൾക്ക് വഴിക്കിടന്ന് കിട്ടുന്നത്. ഈ ചാക്കിലാണ് ഇയാളുടെ ഭാര്യയ്ക്കുള്ള ഒരു ജോഡി ഡ്രസ്സ്, മകൻ്റെ ഡ്രസ്സ്, മകൻ്റെ ആധാർ കാർഡ്, പിന്നെ ഒരു കാർഡ് ബോർഡിൽ റിപ്പീറ്റ് എഴുതിയ ഫോൺ നമ്പർ, ഒരു 5-6 തവണ റിപ്പീറ്റ് എഴുതിയ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ ഞാനതെടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അത് അവരോട് സ്ഥലം എവിടെയാണ്, നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചിട്ട് അവർക്കറിയില്ല. പക്ഷേ മിസ്സിംഗ് ആയ ഒരാളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറാണ്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ, മിസ്സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് സ്ഥലം അറിയില്ലാത്തതുകൊണ്ട് മലയാളികൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സുധ എന്ന് പറഞ്ഞ സ്ത്രീയെ ആ ഒരു ഫോൺ കൊണ്ടുപോയി കൊടുത്തു. അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് വണ്ടമേട് കടശിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണെന്നും അവിടെ ഒരു ആശ്രമത്തിൻ്റെ എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് മനസ്സിലായിരുന്നു. അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ് ഇയാളെ ഒന്ന് കട്ടപ്പന വരെ ഒന്ന് എത്തിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് പിന്നെ ഞങ്ങൾ KSRTC കുമളി KSRTC ബസ് വന്നപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടറെ വിളിച്ചിറക്കി ടിക്കറ്റെല്ലാം എടുത്ത് അയാൾക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് ഇവിടുന്ന് കയറ്റി അയച്ചത്. അയാൾ അവിടെ ചെന്നതിന് ശേഷം കുടുംബത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷെരീഫ് ഇതൊരു പോസ്റ്റായിട്ട് ഞങ്ങളുടെ പോലീസ് മീഡിയയിൽ ഇട്ടത്. വഴി തെറ്റുന്നവരെ വഴി നയിക്കേണ്ട ആളുകൾ കൂടിയാണ് പോലീസ്. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഉണ്ടായ പല ഇൻസിഡൻസും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ആളുകളുടെ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചിട്ടുള്ളതാണ്. ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അന്യസംസ്ഥാനത്തു നിന്നൊക്കെ വരിക. നമ്മൾ ഇപ്പോൾ ഷെരീഫ് അന്ന് എന്നോട് പറഞ്ഞത് നമ്മൾ ഇതുപോലൊരു അവസ്ഥയിലാണ് പെടുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരൊറ്റ ചിന്ത മതി നമുക്ക് ഇതിനെയൊക്കെ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമ്മളുടെ ഇതിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഷെരീഫ് സാറാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ പോലീസ് മീഡിയ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഈ കാര്യം പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏതാണ്ട് 1.4 മില്യൺ വ്യൂസ് ആ വാർത്തയ്ക്ക്, അതായത് ഇടുക്കി പോലീസ് ഗ്രൂപ്പിൻ്റെ പേജിൽ വന്ന ആ വാർത്തയ്ക്ക് ഇപ്പോൾ തന്നെ വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്താണ് സാർ അന്ന് സാറിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്ന നടപടി മാതൃകാപരമാണ്. അതുകൂടാതെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആ ഭാഗത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും അത് മാത്രമാണ് വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ അന്ന് ആ ആളെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം സംസാരിച്ച ഒരു കാര്യമാണത്. കാരണം ആ സ്ഥാനത്ത്, ആ ബറോൺ മൊറാണ്ടിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ,
ആ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഡ്യൂട്ടിയാണിത്. എങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്താഗതിയും കൂടി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ടത് ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ആ 3 ദിവസം കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന്, റോഡ് സൈഡിൽ പാറയിൽ നിന്ന് ചാടുന്ന വെള്ളം, ഒരു ഇറ്റിറ്റ് വീഴുന്ന വെള്ളം കുടിച്ചാണ് 3 ദിവസം ജീവൻ നിലനിർത്തി. അങ്ങനെ ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അയാളുടെ ഫാമിലിയിൽ കൂടെ എത്തി അതിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ അത് ഇങ്ങനൊരു കാര്യം നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കുറേ ഇൻസിഡൻസൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വലിയ രീതിയിൽ അതിനെ പൊതുസമൂഹം ഏറ്റെടുത്തു. അതിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ ഞാൻ വായിച്ചു നോക്കി. വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ്. അതൊരു പൊതുസമൂഹത്തിനും ജീവനക്കാർക്കും എല്ലാവർക്കും ഒരു മാതൃക ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മളത് ചെയ്തത്. ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ. അല്ലെങ്കിൽ ഇൻട്രോയിലായിട്ടാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് വൈറലായി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റേഷനുകളിലും പോലീസുകാർ ഇത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം നെഗറ്റീവുകൾക്കുപരിയായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി നടന്നു പോകുന്നുണ്ട്. സാർ, ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ കൂടിയാണല്ലേ സാർ ഉണ്ടായിരിക്കുന്നത്? അതെ, ബ്രഹ്മറാണ്ടിക്ക് ഭാര്യയും മക്കളോടൊത്ത് ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്താണെങ്കിലും സമൂഹ മാധ്യമം കൈയെടുക്കുന്ന ആ വാർത്തയുടെ പിന്നാമ്പുറത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ഈ 3 പേർ മാത്രമല്ല, ബാക്കി കുറേ അധികം ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ജോലിയുടെ ഭാഗമായി പുറത്തേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ കാണിക്കാൻ പറ്റാത്തത്. എന്താണെങ്കിലും ആ സന്തോഷമാണ് ഈ 3 ഉദ്യോഗസ്ഥരും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.